റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം. ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ലണ്ടനിലെ തെരുവുകളിൽ കാണുന്ന പാൻ കറകൾ വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഈ വൃത്തികേടിനെ കുടിയേറ്റ സമൂഹങ്ങളെയാണ് ചിലർ കുറ്റപ്പെടുത്തുന്നത്. ലണ്ടനിലെ ചവറ്റുകുട്ടകളിലും റോഡുകളിലും കാണുന്ന ചുവന്ന കറകളുടെ വീഡിയോ ഓൺലൈൻ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട്. റൈനേഴ്സ് ലൈൻ, നോർത്ത് ഹാരോ എന്നിവിടങ്ങളിലാണ് ഈ കറകൾ കൂടുതലായി കാണപ്പെടുന്നത്. ഗുഡ്കയും വെറ്റിലെ മുറുക്കുവാനുള്ള ഉൽപ്പന്നങ്ങളും വിൽക്കുന്ന കടകൾക്കും ടേക്ക് അവേ റെസ്റ്റോറന്റുകൾക്കും പുറത്ത് ഈ കറ സാധാരണയായി മാറിയെന്നാണ് റൈനേഴ്സ് ലൈൻ നിവാസികൾ പറയുന്നത്. ഇന്ത്യയിലും മറ്റു ഉപഭൂഖണ്ഡ രാജ്യങ്ങളിലും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരുതരം പുകയില ഉൽപ്പന്നമാണ് ഗുഡ്ക. അടയ്ക്ക, പുകയില, മധുരപലഹാരങ്ങൾ, മറ്റ് അഡിറ്റീവുകൾ എന്നിവ സാധാരണയായി അടങ്ങിയ വാണിജ്യപരമായി നിർമ്മിക്കുന്ന ഒരു മിശ്രിതമാണിത്. സാധാരണയായി ചെറിയ പാക്കറ്റുകളിൽ ലഭിക്കുന്ന ഗുഡ്ക വായിലിട്ട് ചവയ്ക്കുമ്പോൾ നേരിയ ഉത്തേജക ഫലം ഉൽപ്പാദിപ്പിക്കുന്നു. ചവച്ച പാൻ അല്ലെങ്കിൽ ഗുഡ്ക തുപ്പിയതിന്റെ ഫലമായുണ്ടായിട്ടുള്ള ചുവപ്പ് കലർന്ന തവിട്ട് നിറത്തിലുള്ള പാടുകളാണ് പാൻ കറകൾ. പൊതുവായ സ്ഥലങ്ങളിലെ ചുമരുകളിലും കോണിപ്പടികളിലും നടപ്പാതകളിലും കെട്ടിടങ്ങളിലും ഈ കറകൾ പലപ്പോഴും കാണാറുണ്ട്, പ്രത്യേകിച്ച് ഗുഡ്കയ്ക്ക് പ്രചാരമുള്ള ഇന്ത്യയിൽ. തുർക്കിയിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ 38 വയസ്സുകാരനായ ബ്രിട്ടീഷ് പൗരന് ദാരുണാന്ത്യം. മാർട്ടിൻ ലാച്ച്മാൻ എന്ന യുവാവാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് ശസ്ത്രക്രിയക്കിടെ മരണപ്പെട്ടത്. ശസ്ത്രക്രിയ പുരോഗമിക്കുന്നതിനിടെ 38-കാരന്റെ ആരോഗ്യനില മോശമായെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. തുർക്കിയിലെ പ്രമുഖ ക്ലിനിക്കുകളിലൊന്നായ ഡോക്ടർ സിനിക് ക്ലിനിക്കിൽ വെച്ചാണ് 38-കാരന്റെ അന്ത്യം. സംഭവത്തിൽ തുർക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 16 വർഷത്തോളം അധ്യാപകനായി ജോലി ചെയ്തിരുന്ന മാർട്ടിൻ ലാച്ച്മാൻ അടുത്ത കാലത്താണ് പ്രതിരോധ കരാർ മേഖലയിൽ ജോലി ചെയ്യുവാൻ ആരംഭിച്ചത്. ഹെയർ ട്രാൻസ്പ്ലാന്റിന്റെ 2ാം ഘട്ടത്തിലാണ് മാർട്ടിൻ ലാച്ച്മാൻ തുർക്കിയിലെത്തിയത്. സമൂഹമാധ്യമങ്ങൾക്കുമേൽ UK ഓൺലൈൻ സുരക്ഷാ നിയമം കർശനമാക്കുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നുവെന്ന് എലോൺ മസ്ക് വെള്ളിയാഴ്ച എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ നിയമത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമാണെന്നും മസ്ക് അഭിപ്രായപ്പെട്ടു. ഈ വർഷം നടപ്പിലാക്കുന്ന ഓൺലൈൻ സുരക്ഷാ നിയമം കുട്ടികളെ സംരക്ഷിക്കുന്നതിനും നിയമവിരുദ്ധമായ ഉള്ളടക്കം നീക്കം ചെയ്യുന്നതിനുമായി ഫേസ്ബുക്ക്, യൂട്യൂബ്, ടിക്ടോക്ക്, എക്സ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും പോൺ വെബ്സൈറ്റുകളിലും കർശന നിയന്ത്രണങ്ങളാണ് കൊണ്ടുവരിക. എന്നാൽ രാഷ്ട്രീയക്കാരും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനായി വാദിക്കുന്നവരും കണ്ടന്റ് ക്രിയേറ്റർമാരിൽ ചിലരും ഈ നിയമത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. നിയമപരമായ ഉള്ളടക്കങ്ങളുടെ സെൻസർഷിപ്പിന് വഴിവെക്കുമെന്ന് വിമർശകർ പറയുന്നു. നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് 4.68 ലക്ഷം പേർ ഒരു ഓൺലൈൻ പെറ്റീഷനിൽ ഒപ്പുവെച്ച് പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. ബ്രിസ്റ്റൽ സർവകലാശാലയ്ക്ക് മുംബൈയിൽ ആദ്യത്തെ അന്താരാഷ്ട്ര ക്യാമ്പസ് സ്ഥാപിക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ അനുമതി നൽകി. അടുത്ത വർഷം പ്രവർത്തനം ആരംഭിക്കും. വിദ്യാഭ്യാസ മേഖലയിലുള്ള UK ഇന്ത്യ സഹകരണത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പായി ഇതിനെ വിലയിരുത്തപ്പെടുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡേറ്റ സയൻസ്, ഫിൻടെക് തുടങ്ങിയ മേഖലകളിൽ ആഗോളതലത്തിൽ അംഗീകാരം നേടിയ കോഴ്സുകൾ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ബ്രിസ്റ്റൽ സർവകലാശാല വാഗ്ദാനം ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനിൽ നിന്ന് ബ്രിസ്റ്റൽ സർവകലാശാലയ്ക്ക് ക്യാമ്പസ് തുറക്കുന്നതിന് അനുമതി ലഭിച്ചത് വളരെ ത്തോടെയാണ് സ്വീകരിക്കുന്നതെന്നും ഇന്ത്യയിൽ ക്യാമ്പസ് തുറക്കുവാൻ അനുമതി ലഭിച്ച 7ാമത്തെ ബ്രിട്ടീഷ് സർവകലാശാലയാണ് ഇതെന്നും ഇന്ത്യയിലെ UK ഡെപ്യൂട്ടി ഹൈക്കമ്മീഷണർ ക്രിസ്റ്റീന സ്കോട്ട് പറഞ്ഞു. ഇനി നാട്ടിലെ വാർത്തകൾ. ദേശീയപാതകളിലൂടെയുള്ള തുടർച്ചയായി യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ പദ്ധതി ഓഗസ്റ്റ് 15 മുതൽ നിലവിൽ വരുന്നു. വാർഷിക പാസ് 3000 രൂപയ്ക്ക് 200 തവണ ഒരു വർഷത്തേക്ക് യാത്ര ചെയ്യുവാനുള്ള അവസരമാണ് വാർഷിക പാസ് വഴി ലഭിക്കുക. സ്വകാര്യ കാർ, ജീപ്പ്, വാൻ എന്നിങ്ങനെ വാണിജ്യേതര വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർക്കാണ് വാർഷിക പാസ് ലഭിക്കുക. ബസ്സുകൾ, ട്രക്കുകൾ, ടെമ്പോകൾ എന്നിവയ്ക്കൊന്നും വാർഷിക പാസ് കിട്ടില്ല. സംസ്ഥാന പാതകളിലില്ല. രാജ്മോക്ക് യാത്ര മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ദേശീയപാത അതോറിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയോ ഫാസ്ടാഗ് എടുക്കുവാനാകും. നിങ്ങളുടെ വാഹനത്തിന്റെ വിശദാംശങ്ങൾ നൽകി യോഗ്യത ഉറപ്പിച്ച് പണം അടച്ചു കഴിഞ്ഞാൽ 2 മണിക്കൂറിനകം തന്നെ വാർഷിക ഫാസ്ടാഗ് ഉപയോഗിക്കുവാനാകും. ദേശീയപാതകളിലും അതിവേഗ എക്സ്പ്രസ് ഹൈവേകളിലും വാർഷിക ഫാസ്ടാഗ് ഉപയോഗിക്കുവാനാകും. അതേസമയം സംസ്ഥാന പാതകളിലും സംസ്ഥാനങ്ങൾ നിയന്ത്രിക്കുന്ന എക്സ്പ്രസ് വേകളിലും വാർഷിക ഫാസ്ടാഗ് പ്രവർത്തിക്കില്ല. ഇന്ത്യൻ സൈന്യത്തെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച സുപ്രീം കോടതി നടപടിക്ക് പിന്നാലെ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ്. 2020 ഗാൽവാൽ സംഭവത്തിന് ശേഷം എല്ലാ ദേശസ്നേഹികളായ ഇന്ത്യക്കാരും ചൈനയെക്കുറിച്ച് ഉത്തരം തേടിയിട്ടുണ്ടെന്നും എന്നാൽ നുണ പറഞ്ഞും ന്യായീകരിച്ചുമാണ് കഴിഞ്ഞ 5 വർഷമായി മോദി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. ഇന്ത്യയുടെ 2000 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം ചൈനക്കാർ കൈവശപ്പെടുത്തിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാമെന്നും നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെന്നുമാണ് സുപ്രീം കോടതി രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ആരോപണം തെളിയിക്കുന്ന വിശ്വസനീയമായ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടോ എന്നും സുപ്രീം കോടതി ചോദിച്ചിരുന്നു. എന്നാൽ നിഷേധിക്കുക, ശ്രദ്ധ തിരിക്കുക, നുണ പറയുക, ന്യായീകരിക്കുക എന്ന നയത്തിലൂടെയാണ് മോദി സർക്കാർ സത്യം മറച്ചുവെച്ചതെന്നായിരുന്നു ജയറാം രമേശ് തുറന്നടിച്ചത്.
ബസ്സുകളുടെ മത്സരയോട്ടം കൊച്ചിയിൽ വീണ്ടും ഒരാളുടെ ജീവനെടുത്തു. ഓൺലൈൻ ഭക്ഷണ വിതരണ കമ്പനിയിലെ ജീവനക്കാരനായ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൽ സലാമാണ് ഇന്ന് അപകടത്തിൽ മരിച്ചത്. ഭക്ഷണവുമായി പോവുകയായിരുന്ന അബ്ദുൽ സലാമിനെ പിന്നീട് ഇതിൽ നിന്നും അമിത വേഗത്തിലെത്തിയ ബിസ്മില്ല എന്ന ബസ് ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു. നിലത്ത് വീണ സലാമിന്റെ തലയിലൂടെ പിൻചക്രം കയറിയിരുന്നു. അദ്ദേഹം തൽക്ഷണം മരിച്ചു. തിങ്കളാഴ്ച രാവിലെ സൗത്ത് കളമശ്ശേരിയിലായിരുന്നു അപകടം. എറണാകുളത്ത് നിന്നും കളമശ്ശേരി വഴി ആലുവയിലേക്ക് പോവുകയായിരുന്ന ബസ്സാണ് സലാമിനെ ഇടിച്ചു തെറിപ്പിച്ചത്. ഇനി കായിക വാർത്തകൾ. ടെസ്റ്റിൽ എന്റർടൈൻമെന്റ് ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഇതിൽ ഒരു തിരുത്തുണ്ടെന്ന് നമുക്ക് പറയേണ്ടി വരും. പരിക്കേറ്റ് പുറത്തിരുന്ന താരത്തെ വരെ എതിരാളികൾ ഇറക്കി നോക്കിയിട്ടും ഒരു ത്രില്ലർ സിനിമയുടെ എല്ലാ നാടകീയതകളും ട്വിസ്റ്റുകളും ചേർന്ന പോരാട്ടത്തിനൊടുവിൽ മാത്രം ഇന്ത്യ വിജയികളായി തീരുമാനിക്കപ്പെട്ടൊരു കളി. ഓരോ ദിനവും വിജയസാധ്യതകൾ മാറിമറിഞ്ഞ 5-ാം ദിനം ആദ്യ മണിക്കൂറിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ വിജയാവേശം അടുത്ത കാലത്തൊന്നും ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാകില്ല. 2020-ലും മികച്ച ത്രില്ലിംഗ് പോരാട്ടപ്പെട്ട ഓവറിൽ വിജയക്കുതിപ്പുമായി യുവ ഇന്ത്യ. അവസാന ദിവസം വിജയപ്രതീക്ഷയുമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞ ഇന്ത്യക്ക് 5-ാം ടെസ്റ്റിൽ 6 റൺസ് വിജയം. 4-ാം ടെസ്റ്റിൽ കൈവിട്ട കളിയാണ് മുഹമ്മദ് സിറാജും പ്രസിദ്ധ് കൃഷ്ണയും ചേർന്ന് ഇന്ത്യക്ക് അനുകൂലമാക്കിയത്. 374 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിനെ 85.1 ഓവറിൽ 361 റൺസിനാണ് ഇന്ത്യ ഓൾ ഔട്ടാക്കിയത്. വിജയത്തോടെ പരമ്പര 2-2 സമനിലയിലാക്കുവാൻ ഇന്ത്യക്ക് സാധിച്ചു. 31 ഓവറുകൾ പന്തെറിഞ്ഞ ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജ് 104 റൺസ് വഴങ്ങി 5 വിക്കറ്റുകൾ വീഴ്ത്തി. തിങ്കളാഴ്ച കളി തുടങ്ങിയതിന് പിന്നാലെ ജെയ്മി സ്മിത്ത്, ജെമി ഓവർട്ടൺ എന്നിവരെ പുറത്താക്കിയ പേസർ മുഹമ്മദ് സിറാജ് കളി ഇന്ത്യയുടെ വരുതിയിലാക്കി. സ്കോർ 347 നിലയ്ക്ക് ജെയ്മി സ്മിത്തിനെ സിറാജ് ധ്രുവ് ജറേലിന്റെ കൈകളിലെത്തിച്ചു. 354 നിലയ്ക്ക് ജെമി ഓവർട്ടൺ LBW ആയതോടെ ഇംഗ്ലണ്ട് പ്രതിസന്ധിയിലായി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 116.50 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞ് കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.